വ്യോമസേനയിലെ വൈമാനികർക്ക് ഓക്സിജൻ നൽകാൻ പുതിയ സംവിധാനം. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിലെ കോക്പിറ്റിനുള്ളിൽ ഫൈറ്റർ പൈലറ്റുമാർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉൽപാദന ഉപകരണം ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. യുദ്ധവിമാനങ്ങളുടെ പറക്കലിലുടനീളം പ്രവർത്തിക്കുന്ന ജീവൻ രക്ഷാ സംവിധാനവും പ്രാണവായു ലഭ്യമാക്കുന്ന ഒരു സംവിധാനവുമാണ് ഇത്. ഇത്തരത്തിൽ വൈമാനികർക്ക് ഓക്സിജൻ നൽകാനുള്ള സംവിധാനമാണ് ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ചത്. ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലാബാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തത്. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സഹസ്ഥാപനമാണിത്. വളരെ ഉയരെ ശബ്ദാതിവേഗത്തിൽ പറക്കുന്ന യുദ്ധവിമാനങ്ങളിൽ നിലവിൽ സിലിണ്ടറിൽ നിറച്ച ദ്രവീകൃത ഓക്സിജൻ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഈ സംവിധാനത്തിന് ബദലായാണ് ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റർ സംവിധാനം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL തേജസ് യുദ്ധവിമാനങ്ങളിലാണ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. വിവിധ സാഹചര്യങ്ങളിൽ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്താനുള്ള പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഗുരുത്വാകർഷണ ബലം കൂടിയ അഭ്യാസ മുറകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലും 50,000 അടി ഉയരത്തിൽ പറക്കുമ്പോഴും ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റർ സംവിധാനം വിജയകരമായി പ്രവർത്തിച്ചു. വായുസേനയ്ക്ക് ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഉപകരണം ഉടനെ തന്നെ സേനയിലെ ഒട്ടുമിക്ക യുദ്ധവിമാനങ്ങളിലും സ്ഥാപിക്കും. ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന MiG-29K പോർ വിമാനങ്ങളിലും ഈ സംവിധാനം ഘടിപ്പിക്കാൻ കഴിയും. ഇന്ത്യ സ്വാശ്രയത്താൽ വികസിപ്പിച്ചെടുത്ത സംവിധാനം ആത്മനിർഭർ ഭാരതം എന്ന ആശയം ശക്തിപ്പെടുത്തുന്ന ഒരു സാങ്കേതിക നേട്ടമാണ്. L&T ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും ഈ പദ്ധതിയിൽ പങ്കാളിയായി. സർക്കാർ സ്വകാര്യ സഹകരണത്തോടെയാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. പദ്ധതിയിൽ പങ്കാളികളായ എല്ലാവരെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആകാശ യുദ്ധങ്ങളിൽ വൈമാനികർക്ക് ഏറെ സഹായകരമാകുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റർ. വ്യോമാഭ്യാസ മുറകൾ ചെയ്യുമ്പോൾ വിമാനത്തിനുള്ളിൽ പ്രാണവായുവിന്റെ അളവ് നിലനിർത്തി വൈമാനികർക്ക് ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭ്യമാക്കുക വഴി അവരുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. വികസിത രാജ്യങ്ങളുടെ മാത്രം കുത്തകയായിരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ ഇത്തരത്തിൽ സ്വാശ്രയത്താൽ സ്വന്തമാക്കിയിരിക്കുന്നത്. വരും നാളുകളിൽ സാങ്കേതിക വിദ്യയിലൂടെ രാജ്യത്തിന്റെ സേനകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സാങ്കേതിക നേട്ടങ്ങൾ വഴിതെളിക്കും.